ഡ്രഗ്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ 2ൽ കൂടുതൽ ഗേൾസ് ഉണ്ട്. ഈ പറഞ്ഞ വ്യക്തികൾ ഇത് അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ കാണിക്കുന്ന ക്യാമറയുടെ മുമ്പിൽ ഒരു ലൈഫ് ഉണ്ടാവും, അതല്ലാതെ ഒരു ലൈഫ്, റിയൽ ലൈഫുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. ഇത് രണ്ടും രണ്ടാണ്, മനസ്സിലാവും. അപ്പോൾ കുറച്ച് നാളായിട്ട്, അതായത് ഒരു ജൂൺ 7 മുതൽ, അതായത് ഈ കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോബ്ലം തുറന്ന് പറഞ്ഞപ്പോൾ മുതൽ, അതായത് നിങ്ങളോട് തുറന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഫേസ് ചെയ്ത ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതോ കേട്ടതും വായിച്ചതുമായ ഒരേ ഒരു കാര്യം, അല്ലെ കൂടുതൽ ആൾക്കാർ ഉന്നയിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണത്. അതായത് എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ സമയത്ത് പറയാതെ, അതായത് ഇത് നടക്കുന്ന സമയത്ത് പറയാതെ, എന്തുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ സംഭവങ്ങളൊക്കെ, അതായത് ഈ പറഞ്ഞ ക്രൈംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഡ്രഗ്സ് ആയാലും ഈ പറഞ്ഞ പോലെ ഗേൾസ് ആണെങ്കിലും, ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ വല്ലാതെ കണ്ടിരുന്നു പല സ്ഥലത്തും. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് ആ സമയത്ത് ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ സമയത്ത് നീ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഡ്രഗ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ പറഞ്ഞ ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പം എന്തുകൊണ്ട് ആ സമയത്ത് ഇത് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സമയം ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ദുബായിൽ 1 വർഷം 1.25 വർഷം ജോലി ചെയ്തു. അവിടുന്ന് ഈ പറഞ്ഞ പോലെ എൻ്റെ വിസേൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ കുവൈത്തിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ വിസേൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങ് എത്തുമായിരുന്നു. പെട്ടെന്ന്, അതായത് ഒരു ജോലി എനിക്കവിടെ ഏകദേശം എല്ലാം സെറ്റായി, അതിന് കയറാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം. അവിടെ വിസേൻ്റെ കാര്യങ്ങളായിട്ടൊരു പ്രശ്നമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ പോലെ നേരെ ഞാൻ ഇറങ്ങുന്നത് കൊച്ചിയാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ പറഞ്ഞ വ്യക്തികൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഞാൻ പിന്നെ കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്ലാറ്റിലേക്കാണ്. അവരുടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ റെൻറ്റിനെടുത്തേക്കുന്ന ഒരു സ്ഥലത്തേക്ക്, അവിടത്തേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ വരുന്ന സ്ഥലത്തേക്ക് ഞാൻ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ഈ വിസൻ്റെ കാര്യങ്ങൾക്കും ഇതിനൊക്കെ കുറേ പൈസയും ചിലവായി, എല്ലാ കാര്യങ്ങളും എൻ്റെ പൈസ സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും നഷ്ടങ്ങളും, അതായത് ഞാൻ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ അവിടെ സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ എനിക്കവിടെ നഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലാറ്റിലേക്ക്, ഈ സ്ഥലത്തേക്ക് ഞാൻ കിടക്കുമ്പോൾ അവിടെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഗേൾസും, പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു, റാംബോ, ഈ പറഞ്ഞ ആൾ നിഹാദ്, ഇവർ 3 പേരും, പിന്നെ ഇതിൽ കൂടാതെ വേറെ പുറത്തുള്ള 2 ആൾക്കാരുണ്ട്. അവരുടെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല, കാരണം അവർ ഇതിൽ ഈ പറഞ്ഞ പോലെ അവർക്കും കൂടി ഇതിനൊരു പ്രശ്നം വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത്. കാരണം അനുഭവിക്കാനുള്ള നമ്മളോ അനുഭവിച്ചതിന് ബാക്കിയുള്ളവരെയും കൂടി ഇതിൽ ഈ പറഞ്ഞ പോലെ പെടുത്തണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അവരുണ്ട്. പക്ഷെ അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ, അതായത് റിലേഷൻഷിപ്പായിട്ടല്ലാതെ ഉള്ള രീതിക്കുള്ള ഗേൾസ് ഉണ്ട് അവിടെ. ഇങ്ങനൊരു കൂട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇങ്ങനൊരു കൂട്ടത്തിലേക്ക് ഞാൻ പോയി. അപ്പം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ ഏർപ്പെട്ടിരുന്നില്ല. ഞാൻ എൻ്റെ 1 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, 1-1.5 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം ഞാൻ ഇന്നേ വരെ ഇത്തരം ഒരു കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ടെസ്റ്റ് ചെയ്യാനും ഇതെടുക്കാനും ഞാൻ അത്രയും ധൈര്യപൂർവ്വം റോഡിലിറങ്ങിപ്പോയി ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഒരു 2-3 ഡേയ്സിൽ കിട്ടും. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലമോ ഇതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്തത്. അപ്പോൾ അത് അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറൊരു ടെസ്റ്റ് നടത്തണം. അതെന്തായാലും നിങ്ങളെ ഞാൻ കാണിക്കും.
കാരണം ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള ബോധം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുൻപ് ചെയ്ത തെറ്റ് ഏറ്റു പറയാനും ആ തെറ്റ് ഞാൻ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ അത് ആണെന്നോ അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അത് പല ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ഒരു ഇതാണെന്നോ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സമ്മതിക്കുക. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ കിടന്ന് ഉരുണ്ടതിനെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു പുണ്യാളനായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാം. അത് എന്താണെങ്കിലും അത് സത്യസന്ധമായി പറയാമെന്നുള്ളതാണ്. കാരണം ഒരു ഫേക്കായിട്ടുള്ള ഒരു കാര്യം എത്ര കാലം നീണ്ടുപോകുന്നു, എത്ര കാലം നിലനിൽക്കുമെന്നും നമുക്ക് തോന്നുന്നില്ല. അത് കുറേ കാലത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിന് നിലനിൽപ്പുണ്ട് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം, അതായത് 2-3 ദിവസം മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം.